അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്ന, അബൂബക്കറെ, ഈ സമയത്ത് നീ എവിടേക്ക് പോവുകയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നതാണ്. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, നബിയേ അങ്ങെങ്ങോട്ടാണ്? അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചു കാണിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ലഭിച്ചാലോ, റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുമ്പോ, അബൂബക്കർ തങ്ങൾ നടന്നു പോകുമ്പോ മൂന്നാമതൊരാൾ വരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ എവിടെ പോവുകയാണ്? നബിയേ, വിശക്കുന്നു നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് പറഞ്ഞു. മൂന്നുപേരും കൂടെ അവസാനം ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് കഴിക്കാൻ ആ സ്വഹാബി ഓടിച്ചെന്ന് ഭക്ഷണം എടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അതിൽ നിന്നൊരൽപ്പം തന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി എടുത്തു മാറ്റിവെച്ചു. എന്നിട്ട് അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും മുത്തുനബിയും കൂടെ ആ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിക്കുന്നു, സ്വഹാബാ, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിനും കണക്ക് പറയണം സ്വഹാബാ. പൊട്ടിക്കരന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഭക്ഷണമാണ്, ഇതിന് പോലും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമോ? അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? എനിക്ക് കോടികൾ വേണമെന്നല്ല, എനിക്ക് കൊട്ടാരങ്ങൾ വേണമെന്നല്ല, എനിക്ക് ഒരുപാട് സമ്പത്ത് തരണമെന്നല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആയിഷ, ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ആയിഷ ബീബി അതാ മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും ഉണ്ടോ? ആയിഷ ബീബി കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അവസാനം പ്രവാചകൻ പറഞ്ഞു, കരയണ്ട. അവസാനം വീടിന്റെ അകത്ത് കയറിയിട്ട് മുത്തുനബി ചുരുണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തലോടുകയാ. അല്ലാഹുവേ, എന്നോട് എന്റെ ഭർത്താവ് ഭക്ഷണം ചോദിച്ചിട്ട് പച്ചവെള്ളം ചോദിച്ചിട്ട് കുടിക്കാൻ കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറ് തടകുമ്പോ ആയിഷ ബീബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുമ്പോ റസൂലുള്ള ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? നബിയെ, അങ്ങയുടെ അവസ്ഥ കണ്ടിട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടി ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങൾക്കും പഠിക്കാനുള്ളതാണ്. ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങളും, എല്ലാ ഭാര്യമാരും, എല്ലാ പെണ്ണുങ്ങളും പഠിക്കേണ്ടതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഭർത്താവിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്നവളാണ് ആയിഷ. ആയിഷയ്ക്ക് 50 വയസ്സൊന്നുമില്ലായിരുന്നു. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു, ഒരാൾക്കും കിട്ടാത്ത 9 ഭാഗ്യം കിട്ടിയവളാ ആയിഷ. ഒരു പെണ്ണിനും കിട്ടാത്ത, മുത്തുനബിയുടെ ഒരു ഭാര്യമാർക്കും കിട്ടാത്ത 9 ഭാഗ്യം ലഭിച്ചവളാണ് ആയിഷ. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ 9 കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ? ആയിഷ ബീബി തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, മുത്തുനബി എവിടെ കടന്നാ മരണപ്പെട്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ കടന്നാ വഫാത്തായതെന്നറിയുമോ? ഈ ആയിഷയുടെ മടിത്തട്ടില. ഈ
ആയിഷയുടെ മടിത്തട്ടിൽ കിടന്ന മുത്തുനബി വഫാത്തായത് പ്രവാചകന്റെ വായ്ക്കുള്ളിലേക്ക് തൊണ്ടക്കുടിയുടെ താഴേക്ക് അവസാനമായിട്ട് കടന്നു പോയത് സംസം വെള്ളമായിരുന്നില്ല. എന്റെ ഉമ്മനീരാ, എന്റെ ഉമ്മനീരാ എന്ന അഭിമാനത്തോടുകൂടി ആയിഷ ബീബി പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, പട്ടിണിയാകട്ടെ, ദുരിതമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവളാകണം ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, വീടിന്റെ അകത്ത് പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ, അവസാനം സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്താണ് മുത്തുനബി ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് ദുആ ചെയ്യുന്നത്? അവിടുന്ന് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുത്തുനബി സുജൂദിൽ കിടന്ന് പാതിരാത്രി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് അവിടുന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, അല്ലാഹുമ്മ